വരാതിരിക്കാം. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന നീറ്റ് എക്സാം അഴിമതിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ ഡാർജിലിംഗിൽ ട്രെയിൻ അപകടത്തിൽ 15 പേര് മരിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശമാണ് ഇവിടുത്തെ പ്രധാന ചർച്ച. ഇന്നലെ ബംഗാളില് ഒരു ട്രെയിൻ അപകടം ഉണ്ടായിരുന്നു, ഈ കാഞ്ചൻജുംഗ ഡാർജിലിംഗ് അല്ലേ? അത് പറയുമ്പോൾ വേറെ കാര്യം, നമ്മള് കുറച്ച് പിന്നാക്കം പോകണം. കഴിഞ്ഞ വർഷം ഒഡീഷയിൽ ഈ ബലാസോർ അപകടം ഉണ്ടായി. അതിൽ എത്ര എനിക്ക് 300ന്റെ അടുത്തുള്ള ആൾക്കാർ മരിച്ചു അതിൽ അപകടം. അതിൽ നിന്നിട്ട് 3 സീനിയർ എഞ്ചിനീയേഴ്സിനൊക്കെ CBI ഫിക്സ് ചെയ്യലെന്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളൊരു ഒരു ടെക്നോളജി കൊണ്ടുണ്ടായിരുന്നു, കവച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജി കൊണ്ടുണ്ടായിരുന്നു. അത് ഈ ആക്സിഡൻസിനെയൊക്കെ ഒഴിവാക്കാനും ഇതിനൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിന് ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. കർണന്റെ കവചകുണ്ടലങ്ങൾ എങ്ങനെയാണ് കർണന് സംരക്ഷണം ഒരുക്കിയിരുന്നത് എന്ന പോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത വലിയൊരു ടെക്നോളജിനെ കുറിച്ചാണ് പറയുന്നത്. ട്രെയിനുകൾ നേരിട്ട് കൂട്ടി ഇടിക്കാതിരിക്കാനുള്ള ടെക്നോളജിയാണ് കവച്, അതിൻ്റെ കണ്ടുപിടുത്തമാണ്. പക്ഷേ ഇവർ ഇതിൽ യാഥാർത്ഥ്യം പറയുന്നില്ല. കവച് സ്റ്റാർട്ടഡ് ഇൻ 2012 അണ്ടർ ദ നെയിം ഓഫ് ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം, TCAS. അതിന് മറ്റൊരു മനോഹര പേരിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ അപകടം, ഇപ്പോൾ നടന്ന അപകടം മുമ്പിൽ തെളിയിക്കുന്നത്. എറർ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ടെക്നോളജി ബേസ്ഡ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണെന്ന് എൻ്റെ അറിവ് ഈ കവച് എന്ന് പറയുന്നത്. അപ്പോൾ അശ്വിനി വൈഷ്ണവ് നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി, അദ്ദേഹം IAS കാരനോ അല്ലെങ്കിൽ അത്രയും ഉയർന്ന തലത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ്. 300ഓളം പേരാണ് സിലിഗുരി അപകടത്തിൽ മരണപ്പെട്ടത്. 300ഓളം പേര് എന്നുവെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ 296 അത് എന്ന് പറഞ്ഞാൽ കണക്ക് പറയുന്നത്. അതും എണ്ണം അവിടെ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ 300ഓളം പേര് മരിച്ച ഒരു അപകടം. എത്ര ലോകം കണ്ട അപകടങ്ങളിൽ, ട്രെയിൻ അപകടങ്ങളിൽ ഏറ്റവും വലുത് എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും എന്തുകൊണ്ട് എന്നുള്ളത് പിന്നീട് ആരെങ്കിലും ചോദിച്ചു? അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ CBIയുടെ ഇത് പറയുന്ന ഒരു 3 എഞ്ചിനീയേഴ്സിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, സീനിയർ എഞ്ചിനീയേഴ്സ് ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ്. അതിലേറ്റവും കൗതുകരമായ കാര്യം, അതിനിടയിൽ അന്ന് മന്ത്രി തന്നെ വാർത്താ സമ്മേളനം ഇവര് മൊബൈൽ ഫോൺ കണ്ടിരുന്നു എന്നാണ്. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഇവര് മൊബൈൽ ഫോൺ ട്രെയിൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ട്രെയിൻ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ജോലിക്കാരെ വെക്കുന്നില്ല റെയിൽവേ എന്നുള്ളത്. നമ്മൾ റെയിൽവേയിലാണ് ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് 10 ലക്ഷം വേക്കൻസീസ് ആണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ബാക്കി എല്ലാ ഓൾ പബ്ലിക് സെക്ടറിലല്ല, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന 10 ലക്ഷം വേക്കൻസീസിൽ 3.25 ലക്ഷം വേക്കൻസീസ് റെയിൽവേയിലാണ്. അതിൻ്റെ 30,000 1/3 ഓഫ് ദ വേക്കൻസീസ് ഈസ് ഫ്രം റെയിൽവേസ്. ഈ റെയിൽവേനെ കൊടുക്കാണ്ടേയും ഇതൊരു ഡെവലപ്മെന്റ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അല്ല, അത് നിന്നു പോകുന്നൊരവസ്ഥ. ഇതുപോലെ ദാരുണമായ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അത് കെയർലെസ് ആയി പോകുമ്പോൾ സാധാരണ ജനം പറയും ഇനി അത് വേണ്ട, ഗവൺമെന്റ് കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു പൊതുബോധം ഇക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നല്ലേ പണ്ട് സ്കൂളുകളും ഇതൊക്കെ ഇത് കൊണ്ട് നടക്കണ്ട, അതൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത് നമുക്ക് ഗവൺമെന്റ് തലത്തിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുന്നിലത്തെ മന്ത്രിസഭ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടില്ല. അതാണ് ആ കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. കാരണം ഏറ്റവും സാധാരണ ജനത്തിന് ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഏറ്റവും അധികം കേരളത്തിൽ ആഘോഷമാകുന്ന ഒരു കാര്യമാണ് കേരയിൽ വിരുദ്ധ എന്ന് പറഞ്ഞാൽ അപ്പൊ കൈയടിച്ചു. കേരളിനെതിരെ സമരം നടത്തുന്നവര് എന്താണ് അവരുടെ പൊതുബോധം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ശബരിമല യുവതി പ്രവേശന വിധി വന്നിട്ടുണ്ടായ സമരം പോലെയാണ്. തെക്കും തിരക്കും ബഹളമാണ്, ഒന്നും തിരിച്ചു പറയാൻ സമ്മതിക്കില്ല. സ്റ്റേഷൻ എന്ന് റെയിൽവേ മേനി പറയുന്ന ഷൊർണൂരിലെത്തിയാൽ മനസ്സിലാകും മലബാറിലെ ട്രെയിൻ യാത്രക്കാരോടുള്ള അവഗണന. ഷൊർണൂർ കടന്ന് കോഴിക്കോട്ടേക്കുണ്ടായിരുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയതിനോടൊപ്പം മറ്റ് ട്രെയിനുകളുടെ സമയക്രമം മാറ്റിയതും യാത്രാ ദുരിതം കൂട്ടി. വൈകിട്ട് 3:45 നേത്രാവതിയിലും 4 മണിക്കൂർ കഴിഞ്ഞുള്ള ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിലും കയറി കൂടാനായില്ലെങ്കിൽ വീട് പിടിക്കാൻ അർദ്ധരാത്രി കഴിയണം. സാധാരണക്കാരായ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ വഴിയിൽ പിടിച്ചിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ദേ ഭാരതിന് വഴിയൊരുക്കുന്നത്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സ്ത്രീകളടക്കം മണിക്കൂറുകൾ താമസിച്ച് പാതിരാത്രിയാവും വീടെത്താൻ. സംസ്ഥാനത്ത് ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർ കടുത്ത ദുരിതത്തിലാണ്. ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറച്ചോടെ കാല് കുത്താൻ ഇടമില്ലാതെ തിങ്ങിഞ്ഞെരുങ്ങിയാണ് യാത്ര. AC കോച്ചുകളുടെ എണ്ണം കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനാണ് ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ചതെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം തിരക്കേറിയ മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസിൽ യാത്രക്കാർക്ക് നരകയാത്രയാണ്. ആളുകൾ കുഴഞ്ഞു വീഴുന്ന നിലയിലേക്ക് വരെ തിരക്ക്. ട്രെയിനിൽ മുതിർന്ന പൗരന്മാർക്ക് ടിക്കറ്റ് നിരക്കിലുണ്ടായിരുന്ന ഇളവുകൾ ഇപ്പോൾ കേരളയിൽ ഇനി ആര് വിചാരിച്ചാലും ഇവിടെ വരില്ല. അത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, കേരളയിൽ ഞങ്ങൾ തന്നെയാണ് മുടക്കിയത്.
കേരയിൽ മുടക്കിയെന്ന് മാത്രമല്ല, കേരളിന്റെ ഒരാണിയും ഇനി പൊന്തില്ല. ഇനി കേരളയിൽ ഇവര് തമ്മിൽ ധാരണയായ പറയാൻ പറ്റില്ലല്ലോ. ഇവര് തമ്മിൽ എപ്പോ ധാരണയായിട്ട് കേരളയിലുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ ഒരു വാർത്തയില്ല. ഇന്നിപ്പോ പത്രങ്ങളില്ല, നാളെ ഇത് വാർത്തയല്ല. ഇന്നിപ്പോ പത്രങ്ങളില്ല, നാളെ ഇത് വാർത്തയല്ല. അതുപോലെയാണ് 300ഓളം പേരുടെ അപകടം. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് തന്നെ ഇതിന്റെ കാര്യം പറയണത് ഈ പാസഞ്ചറിന്റെ ലോക്കോ പൈലറ്റ് അയാള് കെയർലെസ് ആയി വണ്ടി ഓടിച്ചു പോയി ഇടിച്ചു. നമ്മള് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോയി ഇടിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ശക്തന്റെ പ്രതിമ KSRTC ലാഘവത്തോടു കൂടിയാണ്, അശ്രദ്ധയാണെന്ന് പറയുന്ന അത്രയും ലാഘവ ബുദ്ധി എന്ന് വെച്ചാൽ ഇതിപ്പോ നടക്കുന്ന നമ്മള് വാർത്തകൾ കൊണ്ടുവരേണ്ട മാധ്യമ പ്രവർത്തകരെ മൊത്തത്തിൽ കൊട്ടേഷൻ എടുത്ത് നടത്തുന്ന പരിപാടിയെ അത് മാനിക്കേണ്ടതാണ്. കാരണം നിങ്ങളാണെന്ന് ജയിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ഈ ലോകത്ത് നാളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കെതിരെയും ഇത് സംഭവിക്കും എന്നുള്ള സാധാരണ നമ്മൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം കണ്ടതാണ്. ഈ വയോജനങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു, ചെറിയ കുറവുണ്ടായിരുന്നു, ചെറിയ പൈസയിൽ കുറവുണ്ടായിരുന്നു. അപ്പൊ മാതൃഭൂമി അത് കഴിഞ്ഞിട്ട് എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ ലാഭം കിട്ടിയത് റെയിൽവേക്ക് ഇത്രയാണ്. കാരണം അതിനെ പോസിറ്റീവായിട്ട് കാണിക്കാതെ ഈ വയോജനങ്ങളുടെ കാശൊക്കെ നമുക്കുള്ള സീനിയർ സിറ്റിസൺ അല്ല, നമ്മളിപ്പോ ഇടയിൽ മാതൃഭൂമിയുടെ തന്നെ വാർത്ത കുറച്ചുകൂടി അവധാനത്തോട് ചെയ്യാൻ അറിയാതെ മാതൃഭൂമിന്റെ തന്നെ അടുത്ത് വാർത്തകൾ അയോധ്യയില് ചെറുകിട കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ മാല, വള, കുങ്കുമം, പൊട്ട്, വാച്ച് കച്ചവടങ്ങൾ വലിയ അഭിവൃദ്ധിപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതാണോ വാർത്ത എന്ന് പോലും അവർ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലേ സാർ? എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പുതിയ ലോകം എന്ന് പറയുന്നത് ഈ മാധ്യമപ്രവർത്തകർ നിശ്ചയിക്കുന്നതാണ്. ആ മാധ്യമപ്രവർത്തകർ എങ്ങനെ ഇതിനെ ഒളിച്ചു വെക്കാം എന്നുള്ളതാണ് അവരുടെ റിസർച്ചിന്റെ ഏറ്റവും വലിയ കഥ. അല്ല, അത് മറ്റൊരു കഥ. അത് വേണം പറയുന്ന പോലെ ഇലക്ഷന്റെ കാലത്ത് ചെറുതായിട്ടൊന്ന് കണ്ടു. അതൊരു ഫാക്ടർ ആയിരുന്നു അവിടെ, അവരുടെ തോൽവിയുടെ കാരണത്തിൽ ഫാക്ടർ ആയിരുന്നു എന്നാ പറയണ. അല്ല, അതെന്തെങ്കിലും അവിടെ നമ്മളിപ്പോ അതിനെ വിലയിരുത്തുന്നില്ല. എന്തായാലും ഈ മരണം വളരെ ദാരുണമാണ്. അപകടം പറ്റിയവർക്കും മരിച്ചവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളായ ഞാൻ ബിജു പോയിത്ര, മദൻ ഗോപാൽ, നന്ദി, നമസ്കാരം.